ബിഗ് ബോസ് സീസൺ 6 ഡേ 45 ലൈവിലേക്ക് വരുമ്പോൾ സിജോയുടെ ഒരു റീ എൻട്രി പേഴ്സണലി എനിക്കതൊരു മാസ് എൻട്രി ആയിട്ടാണ് ഫീൽ ചെയ്തത്. അങ്ങനെ മാസ് എൻട്രി ആയിട്ട് ഫീൽ ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തിരി ഓവർ അല്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കാര്യമുണ്ട്. നമ്മൾ വലിയ പ്രതീക്ഷയോടെയാണ് ഓരോ ആളുകൾ ഹൗസിലേക്ക് വരുന്ന സമയത്ത് നോക്കി കാണുന്നത്. ഇപ്പോൾ സിജോ ഗെയിം മുഴുവൻ കണ്ടിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. സീക്രട്ട് റൂം അല്ലായിരുന്നു. അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നതിന് മുൻപ് തന്നെ ഞാൻ ലൈവ് സ്റ്റോപ്പ് ചെയ്ത് വീഡിയോ ഷൂട്ടിങ്ങിലേക്ക് ഇറങ്ങി. അപ്പോൾ സിജോ വരുന്ന സമയത്ത് തന്നെ വാക്കുകളിൽ ഫയർ നിറച്ചാണ് വരുന്നത്. അദ്ദേഹം ഒരു സെൻറ്റൻസ് പറയുന്നുണ്ട്, ഞാൻ ഇങ്ങടേക്ക് വന്ന സമയത്ത് സീസൺ 6 വന്ന സമയത്ത് ഒരു തീപ്പൊരിയുമായിട്ടാണ് വന്നത്. പല ആളുകളോടും അത് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ റീ എൻട്രിയുടെ സമയത്ത് ഒരു കാട്ടു തീയായിട്ടാണ് വന്നിരിക്കുന്നത്. പല ആളുകൾക്കെതിരെയും ഗെയിം കളിക്കാനായിട്ടൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വാക്കുകളിൽ വ്യക്തമാണ്. ഇപ്പോൾ സിജോ ഹൗസിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന സമയത്ത് സിജോയുടെ ഗെയിം ഒന്ന് കയറി നിന്ന സമയമായിരുന്നു. പക്ഷേ സിജോ ആദ്യഘട്ടത്തിൽ ഉണ്ടാക്കിയ പ്രതീക്ഷകളൊന്നും പിന്നീടുള്ള ദിവസങ്ങളിൽ ഉണ്ടാക്കിയില്ല. എന്നാലൊന്ന് കയറി വന്നപ്പോഴത്തേന് പുറത്തു പോയതുകൊണ്ടാണ് നമുക്ക് സിജോയുടെ ഒരു റീ എൻട്രി വലിയ ആഗ്രഹമായി മാറിയത്. അപ്പം സിജോ പുറത്തേക്ക് പോയ സമയത്ത് പല ആളുകളും സിജോയെ അന്വേഷിക്കുക പോലും ചെയ്തില്ല. കാരണം സിജോയ്ക്ക് അന്നൊരു ടോപ്പ് പ്ലേയേഴ്സിൻ്റെ ലെവലിൽ പ്രതീക്ഷകൾ നൽകി ഇരിക്കുന്ന കണ്ടസ്റ്റൻ്റാണ്. ആരും അന്വേഷിച്ചൊന്നുമില്ല. അതുമായി ബന്ധപ്പെട്ട് ലാലേട്ടൻ പല ആളുകളോടും ക്വസ്റ്റ്യനൊക്കെ ചെയ്യുന്നുണ്ട്. ആ ഒരു വേദിയിലേക്ക് സിജോ വന്നതിൻ്റെ ചില ബുദ്ധിമുട്ടുകളെ കുറിച്ചിട്ടും ലാലേട്ടൻ സോറി പറഞ്ഞതിനെ കുറിച്ചിട്ടും കയ്യിൽ പിടിച്ചതിനെ കുറിച്ചിട്ടുമൊക്കെ സിജോ ഇവിടെ പറയുന്നുണ്ട്. ആ ഒരു വേദിയിൽ നിന്ന് ശരിക്കും സിജോയ്ക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പല കാര്യങ്ങളും ഈ ഒരു ഗെയിമിനെ മാറ്റിമറിക്കുന്ന സംഗതികളാണ്. അതേപോലെ സിജോ വന്ന സമയത്ത് ആർക്കൊക്കെയാണ് കിളി പോയത് എന്നിങ്ങനെയുള്ള ചില ചോദ്യങ്ങൾ ഹൗസിൽ മുഴങ്ങുന്നുണ്ട്. ജാസ്മിൻ വലിയ സന്തോഷത്തിലാണ്. എന്തുകൊണ്ടാണ് ജാസ്മിൻ വലിയ സന്തോഷത്തിലാവുന്നതെന്നുള്ളത് എനിക്കറിയില്ല. സിജോ വന്നിട്ട് കോമൺ ആയിട്ട് എല്ലാ ആൾക്കാരോട് സംസാരിച്ചതിന് ശേഷം ക്യാമറ ജാസ്മിനെയും അഭിനയും ഇങ്ങനെ ഫോക്കസ് ചെയ്യുകയാണ്. ജാസ്മിൻ പറയുന്ന കാര്യങ്ങളിലേക്ക് കൂടുതൽ ക്യാമറ കേന്ദ്രീകരിക്കുകയാണ്. എനിക്ക് പേഴ്സണലി അത് വലിയ നൈസായിട്ട് തോന്നിയില്ല. ജാസ്മിൻ അവിടെ പറയുന്നത് സിജോ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് ആരെയാണ് എന്ന് അഭിക്കറിയാമോ? ചില കോംബോകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. കോംബോ ഒക്കെ വർക്കായിട്ടുള്ള ഒരു സീസണാണ്. അപ്പോൾ ശ്രീതു ആൻഡ് സിജോയുടെ കാര്യമാണ് അവിടെ ജാസ്മിൻ ഉദ്ദേശിക്കുന്നത്. ശരിക്കും ഇപ്പോൾ വന്നപ്പോൾ തന്നെ ആ ഒരു അൺവാണ്ടഡ് ഡിസ്കഷൻ്റെ ഒരു ആവശ്യമുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. കാരണം ഒരു ഗെയിം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ആ ഒരു ഗെയിം സ്പിരിറ്റിന് വിരുദ്ധമായിട്ടുള്ള ചില ടോക്കുകളൊക്കെയാണിത്. അപ്പോൾ ഒരു കണ്ടസ്റ്റൻറ്റിൻ്റെ ഒരു ഗെയിം അപ്രോച്ചാണ് അവിടെ മനസ്സിലാവുന്നത്. എന്തൊക്കെയാണെങ്കിലും ഇന്നലത്തെ പ്രൊമോയിലും മറ്റേ ജാസ്മിൻ ഗബ്രിയുടെ കുറച്ച് സാധനമൊക്കെ ഉണ്ടായിരുന്നു. തേപ്പ് കിട്ടുമോ എന്നുള്ളത് മുഴുവനും ലൈവിൽ കണ്ടതിന് ശേഷം പറയാം. കിട്ടാനുള്ള എല്ലാ സാധ്യതയുണ്ട്, കിട്ടിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. അർജുന് ഭീഷണിയായി മാറുമോ എന്നുള്ളതൊക്കെ ഈ ജാസ്മിൻ ചോദിക്കുന്ന സമയത്ത് ക്യാമറ അങ്ങടേക്ക് തിരിച്ച് വെക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചവറ് കണ്ടന്റാണ് കൂടുതൽ ആളുകൾക്ക് താല്പര്യപ്പെടുക. അതിലേക്ക് ഫോക്കസ് ചെയ്യാനായിട്ടായിരിക്കും ക്യാമറ ഉദ്ദേശിക്കുന്നത്. ഒന്നുമില്ലെങ്കിൽ ആ ഒരു രീതിയിൽ ഒരു ത്രികോണ പ്രണയമൊക്കെ പിടിക്കാനായിട്ടായിരിക്കും ഉദ്ദേശിച്ചിരിക്കുന്നത്. ചുമ്മാ ഒരുമാതിരി ബോർ പരിപാടിയായിട്ട് മാറാൻ സാധ്യതയുണ്ട്. സിജോ ഏതായാലും ആ ഒരു റേഞ്ചിലേക്ക് പോകാനായിട്ടുള്ള ഒരു സാധ്യതയും ഞാൻ നോക്കിക്കാണുന്നില്ല. ഇനിയിപ്പോൾ ജിൻഡോ കാക്കയുടെ കിളി പാറി എന്നുള്ളതാണ് ജാസ്മിൻ പറയുന്നത്. ജിൻഡോയുടെ കിളി പാറുമോ? ജിൻഡോയുടെ കിളി ഉറപ്പായിട്ടും പാറും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയിം തുടങ്ങിയ അന്ന് മുതൽ തന്നെ ജിൻഡോയ്ക്കെതിരെയുള്ള ഒരു കളിയൊക്കെ സിജോ പ്ലാൻ ചെയ്തിരുന്നു. പലപ്പോഴും ജിൻഡോയുടെ ചുമ്മാ ലോ ലെവല് ടോക്കൊന്നും സിജോയുടെ അടുത്ത് ഇറങ്ങിയിരുന്നില്ല. ചില സമയത്ത് സിജോ ജിൻഡോയുടെ ലെവലിലേക്ക് ഇറങ്ങി വരുന്ന ചില സാഹചര്യങ്ങളുണ്ടായിരുന്നു. എന്നാലും ജിൻഡോയ്ക്കില്ലാത്ത വലിയൊരു ക്വാളിറ്റി സിജോയ്ക്കുണ്ട്. സംസാരിച്ച് ബലിപ്പിക്കാൻ അറിയാം. ഇപ്പോൾ ഇന്ന് എല്ലാ ആളുകളുമായിട്ട് സംബന്ധിക്കുന്ന ആ ഒരു വേളയിലാണെങ്കിലും അത്രയധികം സംസാരിച്ചിട്ട് നമുക്ക് ബോറടിക്കുന്നില്ല. ഗബ്രിയൊക്കെ ആണെങ്കിൽ എന്ത് വെറുപ്പിക്കലാണ് അത്രയധികം സമയം കിട്ടിക്കഴിഞ്ഞാൽ. പക്ഷേ സിജോ ഒരു ഫ്ലോയിൽ കണ്ടസ്റ്റൻസിനെ എല്ലാ ആൾക്കാരെയും ബഹുമാനിച്ച് എല്ലാ ആളുകൾക്കും നന്ദി പറഞ്ഞ് ആ ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ചിട്ട് പറഞ്ഞ് അതിൻ്റെ വാല്യൂവിനെ കുറിച്ച് പറഞ്ഞ് നാട്ടുകാരുടെ അടുത്ത് പിന്തുണ അല്ലെങ്കിൽ പ്രേക്ഷകരുടെ അടുത്തുള്ള പിന്തുണ വരെ അഭ്യർത്ഥിച്ചു. എത്ര സിമ്പിളായിട്ടാണ്, എത്ര കണ്ടസ്റ്റൻസിന് പറ്റും സീസൺ 6 അങ്ങനെ സംസാരിക്കാൻ വേണ്ടി. അപ്പോൾ അവിടെയൊക്കെ സിജോയ്ക്ക് വലിയ സാധ്യതയുണ്ട്. സിജോ വന്ന ആ ഒരു സാഹചര്യം ഭയങ്കര രസകരമായിരുന്നു. നമ്മുടെ ബ്രെഡണ്ണൻ അരിയണ്ണൻ. അപ്പോൾ അരിയുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ട് ശ്രീരേഖയ്ക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുകയായിരുന്നു. അപ്പോൾ പ്രായത്തിൻ്റെ ഒരു മെച്യൂരിറ്റി കൊണ്ടായിരിക്കാം നമ്മുടെ ഋഷിക്കും അരി തന്നെ പ്രധാനം എന്നുള്ളതാണ് പോളിസി. അപ്പോൾ പണമാണ് എല്ലാത്തിനും മുകളിൽ, ബന്ധങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ടോക്കാണ് മിക്കവാറും ഉള്ളിടത്ത് നമ്മൾ കേൾക്കുന്നതാണ്. പണത്തിനൊരു പ്രാധാന്യമുണ്ട്, എന്നാലും ബന്ധങ്ങൾക്ക് അതിലേറെ പ്രാധാന്യമുണ്ട്. പണമില്ലെങ്കിലും ചില ബന്ധങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. നിങ്ങൾക്ക് പണമില്ലെങ്കിലും നല്ല ബന്ധങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ മുന്നോട്ടേക്ക് ജീവിക്കാൻ പറ്റും. പക്ഷേ അവർ നിങ്ങൾക്ക് BMW കാറോ അല്ലെങ്കിൽ ബാക്കിയുള്ള സൗകര്യങ്ങളോ ചെയ്ത് തരത്തില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ എത്രത്തോളം ലൈഫിനെ സിമ്പിളായിട്ട് നോക്കിക്കാണുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും പണത്തിനാണോ പ്രാധാന്യം, ബന്ധങ്ങൾക്കാണോ പ്രാധാന്യം എന്നുള്ള ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം. ഈ ഒരു ഡിസ്കഷൻ, റൂമിലെ മറ്റു പല ഡിസ്കഷൻ, അതിൻ്റെ ഇടയിലാണ് പാട്ട് കേൾക്കുന്നത്, ബിഗ് ബോസിൻ്റെ ആ ഒരു തീം മ്യൂസിക് കേൾക്കുന്നത്. അപ്പോൾ ആരാണ് വരുന്നതെന്നുള്ള വലിയ ആകാംക്ഷയാണ്. ഇപ്പോൾ പല ആളുകളും സിജോ ആണ് എന്ന് പറയുന്നുണ്ട്, ചില ആളുകൾ പൂജയാണെന്ന് പറയുന്നു. അപ്പോൾ പൂജയാകുമ്പോഴത്തേനും മ്യൂസിക് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ.
അപ്പോൾ ഈ റീ എൻട്രി സിജോ ആണെന്ന് തന്നെ ആളുകൾ ഉറപ്പിക്കുന്നു. ശരണ്യൊക്കെ പറയുന്നു സിജോ ആവില്ല എന്നുള്ളത്. വെൽക്കം ബാക്ക് എന്ന് പറയുന്ന ഒരു ചെറിയ ഫ്ലെക്സ് ആയിട്ട് രണ്ടാളുകൾ കടന്നു വരുന്നു. സിജോ കൺഫെഷൻ റൂമിൽ ബിഗ് ബോസിനോട് സംസാരിച്ച് വലിയ സന്തോഷത്തോടെ ഹൗസിനകത്തേക്കാണ് വരുന്നത്. സമ്മാനങ്ങളുമായിട്ടാണ് വരുന്നത്, മധുരമൊക്കെ ആയിട്ടാണ് വരുന്നത്. അങ്ങനെ സിജോ വരികയാണ്. സിജോ പോയതിന് ശേഷമുള്ള ദിവസങ്ങളിലോ അന്വേഷിക്കാത്ത ആളുകളടക്കം ഇവിടെ വലിയ അഭിനയ മുഹൂർത്തങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു. സിജോയെ കാത്തിരിക്കുന്നത് പോലെയുള്ള ചില പ്രകടനങ്ങളൊക്കെ ആയിരുന്നു കണ്ടസ്റ്റൻസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അന്ന് ലാലേട്ടൻ ചോദിച്ചതിന് ശേഷവും ആരെങ്കിലും സിജോയെ അന്വേഷിച്ചോ? ആരെങ്കിലും സിജോയെ കുറിച്ചിട്ട് പറഞ്ഞോ? വളരെ വിരളമായിട്ട് മാത്രമേ ആളുകൾ സിജോയെ ഡിസ്കസ് ചെയ്തുള്ളൂ. അങ്ങനെയുള്ള അറ്റാച്ച്മെൻ്റ് ഒന്നും ഇല്ലാത്ത ആൾക്കാരാണ്. കാണുമ്പോൾ ഉള്ള വലിയ സ്നേഹപ്രകടനമൊക്കെ ഉള്ളൂ. അങ്ങനെ സിജോ വരികയാണ്. കോംബോയെ കുറിച്ചിട്ടുള്ള ഡിസ്കഷൻ ഓർത്ത സമയത്ത് ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. ശ്രീധുവിനെ മാത്രം കണക്ട് ചെയ്ത് പറയേണ്ട ആവശ്യമില്ല. അവിടെ കോംബോയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്ന, സിജോയുമായിട്ട് കോംബോയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്ന 3-4 ഹൃദയങ്ങളുണ്ട്. അതിലൊന്ന് സായി, അതേപോലെ തന്നെ ഋഷി. ജിൻഡോ ആണെന്നുണ്ടെങ്കിൽ ഒത്താലൊക്കട്ടെ എന്നുള്ള ഒരു താല്പര്യത്തിലൊക്കെയാണ്. ഇപ്പം സായിക്ക് സിബിൻ പോയതുകൊണ്ടും ഋഷിക്ക് സിബിൻ പോയതുകൊണ്ടും റോക്കി പോയതുകൊണ്ടും ഒക്കെ ഒരു കൂട്ട് വേണം. ആ ഒരു കൂട്ടായിട്ട് സിജോയെ പരിഗണിക്കാമോ എന്നുള്ള ഒരു കാര്യമൊക്കെ ഇവർ ചിന്തിക്കുന്നുണ്ടാവാം. സായി അങ്ങനെ സൈഡാവുന്ന ഒരു ക്യാരക്ടറാണ്. 3 ആഴ്ചയായിട്ട് സിജോയ്ക്ക് കിട്ടിയ കെയറിനെ കുറിച്ചിട്ടും BB ടീമിൻ്റെ കരുതലിനെ കുറിച്ചിട്ടുമൊക്കെ വേദിയിൽ അദ്ദേഹം പറയുകയുണ്ടായി. വളരെ നല്ല ഒരു സന്തോഷത്തോടെ കൂടുതൽ ശക്തിയോടെ തിരിച്ചു വന്നതായിട്ടാണ് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തത്. ശരീരഭാരം കുറഞ്ഞിട്ടുണ്ട്, കാരണം ഭക്ഷണം കഴിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ടാണ്. എന്നെ ധൈര്യം ഉണ്ടെങ്കിൽ ഗെയിം കളിച്ച് തോൽപ്പിക്കൂ എന്നുള്ള സ്നേഹത്തോടെയുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു വെല്ലുവിളിയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ചെറിയ സ്പീച്ചിൻ്റെ അവസാനം അദ്ദേഹം പറഞ്ഞത്. രസമാണ്. മൊത്തത്തിൽ ഒരു മൂഡ് ഒന്ന് മാറിയിട്ടുണ്ട്. ഇതിനിടയ്ക്ക് ഇദ്ദേഹത്തെ ഒരു ടീമിലേക്ക് ഇടണമല്ലോ. അപ്പോൾ ക്യാപ്റ്റൻ ശ്രീധു അദ്ദേഹത്തെ നെസ്റ്റിലേക്ക് ഇടുകയാണ്. അപ്പം വീണ്ടും പഴയ ടീമിലേക്ക് വന്ന പോലെയുള്ള ഒരു സ്വാഗതമൊക്കെ അവിടെ റസ്മിനും അപ്സരയൊക്കെ അദ്ദേഹത്തിന് നൽകുന്നുണ്ട്. നെസ്റ്റാണ് അദ്ദേഹത്തിന് പറ്റിയൊരു ടീം. നമ്മുടെ ജിൻഡോയുടെയൊക്കെ ടീമിലേക്ക് ഇടുമോ എന്നുള്ളത് ഞാൻ പേടിച്ചു. കാരണം ജിൻഡോയുടെയൊക്കെ ടീമിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത്ര നൈസ് അല്ല. അത് ജിൻഡോ ഒരു ബാധ്യതയാവും. പിന്നെ ടീം പ്ലേ ഒക്കെ ജിൻഡോയ്ക്കൊപ്പം സിജോ കളിക്കുന്നത് എനിക്ക് പേഴ്സണലി താല്പര്യമുള്ളൊരു സംഗതിയല്ല. സിജോ കുറച്ചും കൂടെ ക്വാളിറ്റി ഉള്ളൊരു കണ്ടസ്റ്റൻ്റാണ്. അപ്പോൾ അയാൾ മാറി നിന്നിട്ട് കളിക്കട്ടെ. അന്നെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ക്വാളിറ്റി ഉള്ള ചില ആശയപരമായിട്ടുള്ള പോരാട്ടങ്ങളും സംഭവങ്ങളൊക്കെ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് സിജോ വന്ന സമയത്ത് എനിക്ക് തോന്നിയ കാര്യങ്ങൾ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.